കൂടി. അതല്ലേ ഈ കേരളക്കരയിൽ ഇന്ന് ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും ഇതുപോലെ ഇരുത്തിയ ഒരു മഹാപ്രസ്ഥാനമുണ്ട്. ഏതാണ് ആ പ്രസ്ഥാനം എന്നറിയുമോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം എന്ന് പറയുന്നത് സയ്യിദുനാ വരക്കൽ മുല്ലക്കോയ തങ്ങള് അസ്ഥിവാരമിട്ട 926 അസ്ഥിവാരമിട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലത്തെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത രൂപീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 926 ഇവിടെ രൂപീകരിക്കാനുള്ള കാരണം, ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ കൊച്ചു കൈരളിയിൽ ഇവിടെ നടക്കുന്ന പുത്തനാശയക്കാർ വന്നുകൊണ്ട് ഇവിടെ മുസ്ലിമീങ്ങളായ ആളുകളുടെ ഇബാദത്തിലും മുസ്ലിമീങ്ങളായ ആളുകളുടെ ഇബാദത്തുകളിലും അതുപോലെ തന്നെ അവരുടെ വിശ്വാസത്തിലും വെള്ളം ചേർക്കാൻ ഒരുങ്ങിയ സമയത്ത് ആ മഹത്തായ പ്രസ്ഥാനമാകുന്ന സമസ്തക്ക് അസ്ഥിവാരമിട്ടത് സയ്യിദുനാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവറുകളാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഇന്നേവരേക്കും സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള മഹാപണ്ഡിത മഹത്തുക്കൾ ഇന്നും ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഏത് കാറ്റും കോളും വന്നാലും, ഏത് കൊടുങ്കാറ്റ് വന്നാലും ആടാതെ ഉലയാതെ ഒരിക്കലും ഒന്നും സംഭവിക്കാതെ ഇന്നും ഈ പ്രസ്ഥാനം ഇവിടെ നിൽക്കുന്നു. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെയും ഈ പ്രസ്ഥാനത്തിന് ഒരു പ്രശ്നവും പറ്റാതെ ആരൊക്കെ എന്ത് അഭിഷേകങ്ങളും അതല്ലെങ്കിൽ എന്ത് എതിർപ്പുകൾ പറഞ്ഞാലും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ അതിന്റെ ആദർശത്തിൽ ഒരാളെയും വെള്ളം ചേർക്കാൻ അനുവദിക്കില്ല എന്ന് പരിശുദ്ധമായ സയ്യിദന്മാരും പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വവും തീരുമാനിക്കുന്ന കാലത്തോളം ഒരാൾക്കും അതിന് വിള്ളല. ഞാൻ പറഞ്ഞു വന്നത്, ഓരോ പ്രതിസന്ധി കാലഘട്ടത്തിലും അതിനെ താങ്ങി നിർത്താൻ അല്ലെങ്കിൽ സഹായിക്കാൻ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സഹായം ഉണ്ടാകും. അങ്ങനെ ഒരു സഹായമാണല്ലോ ബദറിലും നാം കണ്ടത്.